സർവമായ എന്ന സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടതാണ്, മികച്ച സിനിമയാണ്. OTT റിലീസിന് ശേഷം വീട്ടിലിരുന്ന് ഒരിക്കൽ കൂടെ ആ സിനിമ കാണുകയുണ്ടായി. വീട്ടിലൊപ്പം സിനിമ കണ്ടുകൊണ്ടിരുന്ന മകൾ ഇത് ശ്രദ്ധിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു. അതൊരു സീനിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെറിയൊരു ഷോർട്ട് ഫിലിം എടുക്കുന്നത് പോലെയല്ലല്ലോ. ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർമാരും. അപ്പോൾ ഈ സീനിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്സവം നടക്കുന്ന സ്ഥലത്ത് വെച്ച് നിവിൻ പോളി മറ്റ് 3 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. അവിടെ ആദ്യത്തെ ഷോട്ടിൽ ഈ 3 പേരുടെ പൊസിഷൻ ഒന്ന് നോക്കുക. തൊട്ടടുത്ത ഷോട്ടിലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ആൾ ഒരുപാട് മുന്നിലായി നിൽക്കുന്നത് കാണാം. വീണ്ടും അടുത്ത ഷോട്ട് വയ്ക്കുമ്പോൾ അയാൾ പുറകിലേക്ക് തന്നെ പോയതായും കാണാം. ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വലിയൊരു ടീം പോലും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എൻ്റെ കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു 7ാം ക്ലാസ്സുകാരി ശ്രദ്ധിക്കണമെങ്കിൽ അത്രമാത്രം ശ്രദ്ധയില്ലാതെ വലിയ മോണിറ്ററും വലിയ യൂണിറ്റും ഒക്കെ വെച്ച് സിനിമ നിർമ്മിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ലാത്തത് തന്നെയാണ്. ഇതിപ്പോൾ പറയാൻ അത്രമാത്രം സംഗതിയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളിലും സിനിമയും സിനിമയ്ക്കുള്ളിലെ സിനിമയും സിനിമയുടെ പ്രയാസങ്ങളും ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നതിലെ എഫേർട്ടും ഒക്കെ ഇതിവൃത്തമായി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ എഫേർട്ടുകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇതുപോലുള്ള ഒരു സീനിൻ്റെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നോക്കാൻ ഇത്രമാത്രം സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ ഉണ്ടായിട്ടും അത് ശ്രദ്ധിക്കാതെ പോകുന്നത് അതൊരു പോരായ്മ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്.